ഡൽഹി ബി.ജെ.പി 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചത് ഇന്നലെയായിരുന്നു. തിരഞ്ഞെടുപ്പിന് ബി.ജെ.പി ഒരുങ്ങാൻ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു മന്ത്രി രാജിവെച്ച് പാർട്ടി വിട്ടിറങ്ങിയതായി തലസ്ഥാനത്തെ പ്രധാന വാർത്ത. ആം ആദ്മി പാർട്ടിയുടെ ദീർഘകാല നേതാക്കളിൽ ഒരാളായ ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പും എല്ലാം കൈകാര്യം ചെയ്തിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് രാജിവെച്ച് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിച്ചാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പുറത്തുപോയത്. പോകുന്ന പോക്കിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാമായ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിക്കുകയും ആപ്പ് എന്ന പാർട്ടിയുടെ നടപടികളെയും വിമർശിച്ചാണ് കൈലാഷ് പടിയിറങ്ങിയത്. ദീർഘനാളായി ഇ.ഡി. CBI റഡാറിലായിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞത് എങ്ങോട്ടെന്ന് വ്യക്തമായത് അദ്ദേഹം നടത്തിയ ശീശ മഹൽ പ്രയോഗത്തോടെയാണ്. മുഖ്യമന്ത്രിയുടെ വസതി നവീകരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി ആം ആദ്മി പാർട്ടിയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ശീശ മഹൽ, അതായത് ചില്ലുമേട. ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയുടെ നവീകരണത്തിന് 45 കോടി എടുത്തു എന്നതാണ് ഈ ചില്ലുമേട പ്രയോഗത്തിന് ആധാരം. ദീർഘകാലമായി ഇ.ഡിയും CBIയും പുറകെ നടന്ന് കഷ്ടപ്പെടുത്തി ഒടുവിൽ കൈലാഷ് ഗെഹ്ലോട്ട് മറുകണ്ഠം ചാടിയെന്നും ഉടൻ ബി.ജെ.പിയിൽ ചേരുമെന്നുമാണ് പരസ്യമായ രഹസ്യം. ഇത്തരത്തിൽ ഇ.ഡിയെ ഇറക്കിക്കളിച്ച അഴിമതി കേസുകളിൽ പെടുത്തി പലരെയും വിലയ്ക്ക് വാങ്ങിയ മോദി ഷാ കാലത്തെ ബി.ജെ.പി തന്ത്രം രാജ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഒരുപാട് കണ്ടതാണ്. ഇത്തരത്തിൽ വേട്ടയാടപ്പെട്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അപ്പുറത്ത് ചെല്ലുന്നവർക്ക് ബി.ജെ.പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇ.ഡിയുടെയും CBIയുടെയും കേസുകളിൽ ക്ലീൻ ചിറ്റ് കിട്ടും. ഈ സാങ്കേതികയെ പരിഹസിച്ച് ഉയർന്നു വന്ന വാക്കാണ് മോദി വാഷിംഗ് പൗഡറും മോദി വാഷിംഗ് മെഷീനും. എന്തായാലും കൈലാഷിന്റെ ആം ആദ്മി വിടൽ ബി.ജെ.പിയിൽ എത്തി നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ബി.ജെ.പി ആം ആദ്മി പാർട്ടിയെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള രാജിക്കത്തും ടാക്സ് കേസുമെല്ലാം വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ട് തന്നെയാണ്. രാജിവാർത്ത വന്നയുടനെ ബി.ജെ.പി വക്താവ് ചാടിക്കേറി പറഞ്ഞത്, കൈലാഷ് പറഞ്ഞതുപോലെ ആപ്പ് ജനങ്ങളോടുള്ള വാഗ്ദാനങ്ങളെല്ലാം മറന്ന് സാധാരണക്കാരുടെ പാർട്ടി എന്ന ആം ആദ്മി പാർട്ടി എന്നത് മാറി അരവിന്ദ് ആദ്മി പാർട്ടി ആയെന്നാണ്. ഷെഹ്സാദ് പൂനെവാല എന്ന ബി.ജെ.പി വക്താവ് പിന്നെയും പറഞ്ഞു, കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടിയുടെ ശരിയായ മുഖം തുറന്നുകാട്ടുകയായിരുന്നു എന്ന്. 50 വയസ്സുകാരനും മുൻ സുപ്രീം കോടതി ഹൈക്കോടതി വക്കീലും എല്ലാമായ കൈലാഷ് ഗെഹ്ലോട്ടിന് 16 വർഷത്തെ ലീഗൽ പ്രാക്ടീസിന്റെ ചരിത്രമുണ്ട്. 2015 ഡൽഹിയിലെ നജ്ഫാഗഡിൽ മത്സരിച്ച് ആപ്പ് MLA ആയി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത്. ആഭ്യന്തരം, ധനകാര്യം, ഗതാഗതം, IT തുടങ്ങിയ വകുപ്പുകളിലെല്ലാം മന്ത്രിയായി. ഇതിന് പിന്നാലെയാണ് 2018 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈലാഷിനെതിരെ നടപടിയുമായി വന്നതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തി വലച്ചതും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓടിമടുത്താണ് കൈലാഷിന്റെ ചാട്ടമെന്നാണ് ആം ആദ്മി പാർട്ടി തന്നെ പറയുന്നത്. ബി.ജെ.പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയവും കെട്ടിച്ചമച്ച കേസുകളും വിവാദങ്ങളുമാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്നെത്തിച്ചതെന്നാണ് ആപ്പ് MP സഞ്ജയ് സിംഗ് പറയുന്നത്. കൈലാഷ് ഗെഹ്ലോട്ടിന്റെ രാജി ബി.ജെ.പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെയും വിവാദത്തിന്റെയും ഭാഗമാണ്. ഇ.ഡി. CBI റെയ്ഡുകളിലൂടെ കൈലാഷ് ഗെഹ്ലോട്ടിനെ സമ്മർദ്ദത്തിലാക്കി. ബി.ജെ.പിയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ഡൽഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദി വാഷിംഗ് മെഷീൻ സജീവമാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിരവധി നേതാക്കളെയും ഈ വാഷിംഗ് മെഷീൻ പദ്ധതിയിലൂടെ ബി.ജെ.പിയിലേക്ക് എടുക്കും. ഇങ്ങനെയാണ് സഞ്ജയ് സിംഗ് പറഞ്ഞത്. നിരവധി മാസങ്ങളായി കൈലാഷ് ഗെഹ്ലോട്ട് ഇ.ഡിയുടെയും ഇൻകം ടാക്സിന്റെയും വേട്ടയാടലിലായിരുന്നു. മറ്റൊരു തീരുമാനം എടുക്കാനാകാതെ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് ഈ ചാട്ടമെന്ന് ആം ആദ്മി പാർട്ടി തന്നെ തുറന്നു സമ്മതിക്കുന്നു. എന്തായാലും കൈലാഷിന് ആശ്വസിക്കാം. ഇത്തരത്തിൽ പൊറുതിമുട്ടി മുമ്പേ ചാടിയവരെല്ലാം ഇപ്പോൾ കേസുകളിൽ നിന്ന് വിടുതൽ നേടി ബി.ജെ.പി ഭരിക്കുന്നിടങ്ങളിൽ മന്ത്രിസ്ഥാനങ്ങളിൽ അമർന്നിരിക്കുന്നുണ്ട്. അസമിലെ മുൻ കോൺഗ്രസുകാരൻ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ബി.ജെ.പി മുഖ്യമന്ത്രിയാണ്. അഴിമതി കേസിൽ നെട്ടോട്ടം ഓടിയിരുന്ന ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാർ ബി.ജെ.പിയോട് ചേരാൻ NCP പിളർത്തിച്ചെന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയാക്കി ബി.ജെ.പി. ഭാര്യയുടെയും സ്വന്തം പേരിലുമുള്ള അഴിമതി കേസുകളെല്ലാം അവസാനിക്കുകയും ചെയ്തു. ഒപ്പം പോയ പ്രഫുൽ പട്ടേലിനും കിട്ടി CBIയുടെ ക്ലീൻ ചിറ്റ്. കൈലാഷിന് ഇനിയും ഇ.ഡിയെയും CBIയെയും പേടിക്കാതെ ഡൽഹിയിൽ ജീവിക്കാം. ഇനി അഥവാ ബി.ജെ.പി 2025 അധികാരത്തിൽ വന്നാൽ മന്ത്രി കസേര ഉറപ്പാക്കിയിട്ടുണ്ടാകും ഈ ഡീൽ എന്ന കാര്യത്തിൽ വലിയ സംശയം ആർക്കുമില്ല.